ആലത്തൂർ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസ് ധർണ നടത്തി. റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരത്തിന്റെ ഭാഗമായാണ് ധർണ നടത്തിയത്. റേഷൻ വ്യാപാരികളുടെ വേതനം കാലോചിതമായി പരിഷ്കരിക്കുക, ഡയറക്ട് പേയ്മെന്റ് സിസ്റ്റം നടപ്പാക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക, കേന്ദ്ര സർക്കാർ പൊതുവിതരണത്തെ തകർക്കുന്ന നടപടിയിൽ നിന്നും പിന്മാറുക, വ്യാപാരികളുടെ വേതനം അതാത് മാസം നൽകുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി സർക്കാരിന്റെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ വ്യാപാരികളും കടയടപ്പ് സമരത്തിലേക്ക് കടന്നിട്ടുള്ളത്. ആലത്തൂരിൽ നടന്ന താലൂക്ക് സപ്ലൈ ഓഫീസ് ധർണ KD പ്രസന്നൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു വരുമാനം വേണ്ടേ, ഒരു കൃത്യമായ വരുമാനം വേണ്ടേ, ഒരു നിശ്ചിതമായ വരുമാനം, ഒരു കുടുംബത്തിന് ജീവിക്കാൻ ആവശ്യമായ വരുമാനം ഇതിൽ നിന്നുണ്ടാവണം എന്ന നിർബന്ധം ഈ സമൂഹത്തിൽ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി കഴിയണം. അതില്ലെങ്കിൽ ഈ രംഗത്തേക്ക് ആരും വരില്ല. പഴയ കാലത്ത് കുറേ ആളുകൾ, പൂർവികരായ ആളുകൾ അവരുടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നവരാണ് മഹാഭൂരിപക്ഷം പേരും. കാർഷിക കുടുംബങ്ങളിലെ ആളുകളാണ് ഈ ഉത്തരവാദിത്വം അന്ന് നിർവഹിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്. അവരതൊരു സേവനം പോലെ തന്നെയാണ് അന്ന് അതിനെ കണ്ടിരുന്നത്. ഒരു തരത്തിലുമുള്ള ലാഭേച്ഛയും മുന്നോട്ട് വയ്ക്കാതെ ഈ സമൂഹത്തിനിടയിൽ തനിക്കറിയാവുന്ന ഒരു മേഖലയാണ് ഈ അരി ഉണ്ടാക്കുക, അരി തൂക്കുക, അളക്കുക, കൊടുക്കുക, ആളുകൾക്ക് ഭക്ഷണം വിതരണത്തിന് ആവശ്യമായ സഹായം ചെയ്യുക എന്നതെല്ലാം ഒരു സംസ്കാരം പോലെ കൊണ്ടു നടന്ന കുടുംബാംഗങ്ങളാണ്. ജില്ലാ കോർഡിനേഷൻ ചെയർമാൻ K. ശിവദാസ് അധ്യക്ഷനായി. മേലാർകോട് പഞ്ചായത്ത് മെമ്പർ കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കോർഡിനേറ്റർ ചെയർമാൻ V. ബാലകൃഷ്ണൻ, K. M. പോൾ എന്നിവർ സംസാരിച്ചു. താലൂക്ക് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ A. മോഹനൻ സ്വാഗതവും രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു.